ടോക്സ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. ഗംഭീര വിജയം കൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് ടാറ്റ IPL 2026 തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ KKRന് 6 വിക്കറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ദൈവത്തിന്റെ പോരാളികൾ ആദ്യത്തെ മത്സരത്തിൽ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൊരു ടാഗ്ലൈൻ ഉണ്ടല്ലോ, അത് ഇന്നലെ അവർ മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, മുംബൈ ഇന്ത്യൻസ് ആദ്യമായിട്ടാണ് IPL 220 റൺസ് ചേസ് ചെയ്യുന്നത്. ഇന്നലത്തെ മത്സരം നമ്മൾ സമഗ്രമായി വിശകലനം ചെയ്താൽ, ടോസ് കിട്ടിയിട്ട് അവരുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിൽ അയച്ചു. കൊൽക്കത്തയുടെ മുന്നിൽ ആകെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം റൺസ് അടിക്കുക, നല്ല സ്കോർ കയറ്റുക. കാരണം വാങ്കഡെ പിച്ചിൽ അങ്ങനെ ആയിരിക്കും സെക്കൻഡ് ഇന്നിങ്സ് എന്ന് അവർക്ക് അറിയാം. കൊൽക്കത്തയ്ക്ക് വേണ്ടി അവരുടെ ഓപ്പണേഴ്സ് ഫിന്നലനും രഹാനെയും കേടി ചേർന്നുകൊണ്ട് പൊളിച്ചങ്ങോട്ട് തുടങ്ങി. ഫിന്നലൻ 17 പന്തിൽ 37 റൺസ്, രഹാനെ ആവട്ടെ 40 പന്തിൽ 67 റൺസ്. എല്ലാ ബൗളേഴ്സിനും അവർ ആക്രമിച്ച് തന്നെ കളിച്ചു പവർ പ്ലേയിലൊക്കെ. പിന്നെ ഫിന്നലെ ഔട്ടെ കാമറോൺ ഗ്രീൻ വന്നു. കാമറോൺ ഗ്രീൻ്റെ പ്രൈസ് ടാഗ് ഒരു പ്രഷറായി മാറിയെന്ന് തോന്നുന്നു. കാരണം 10 പന്തിൽ 18 റൺസ് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. ഒരു ഫോറും ഒരു സിക്സറുകളും. പിന്നെ രഘുവൻഷിയുടെ കാര്യം, രഘുവൻഷി ആദ്യം മെല്ലിനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ക്യാച്ചൊക്കെ ഹിറ്റ്മാൻ ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ 14 പന്തിൽ 18 റൺസ്. പിന്നെ അവിടെ നിന്ന് ഗിയർ ചേഞ്ച് ചെയ്യുന്നു. 29 പന്തിൽ 51 റൺസാണ് രഘുവൻഷിയുടെ സംഭാവന. 6 ബൗണ്ടറികളും 2 സിക്സറുകളും. പിന്നെ റിങ്കു സിംഗ് തന്റെ ഫിനിഷിംഗ് ടച്ച് ചെയ്തു. 21 പന്തിൽ 33 റൺസ്. രമൺദീപ് സിംഗ് 4 ബോളിൽ 4 റൺസ്. അങ്ങനെ 20 ഓവറിൽ 220 റൺസ്. ഒരു മികച്ച ടോട്ടൽ തന്നെ അവരെടുത്തിട്ടുണ്ടായിരുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. വിജയിക്കാൻ 221 റൺസ്. മറുപടി ബാറ്റിംഗിൽ ഓപ്പണിംഗിൽ ഹിറ്റ്മാനും റയാൻ റിക്കിൾട്ടനും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. രണ്ടുപേരും തുടക്കം തൊട്ടേ അടിച്ചങ്ങട് പൊട്ടിച്ചു. റിക്കിൾട്ടൻ 43 ബോളിൽ 81 റൺസ്. ഹിറ്റ്മാൻ ആവട്ടെ തന്റെ ക്ലാസും മാസും ഒന്നും എവിടെയും പോയിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചു. 38 പന്തിൽ 78 റൺസ്. ഹിറ്റ്മാൻ ആദ്യം 8 പന്തിൽ 12 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അവിടുന്നാണ് അദ്ദേഹം ഗിയർ ചേഞ്ച് ചെയ്ത് അടിക്കാൻ തുടങ്ങിയത്. പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ ഹിറ്റ്മാൻ 23 ബോൾ 50 റൺസ് തികച്ചു. അദ്ദേഹത്തിന്റെ ഫാസ്റ്റസ്റ്റ് 50 ആണ് IPL 23 ബോൾ 50. പിന്നെ സൂര്യകുമാർ യാദവ് 8 പന്തിൽ 16 റൺസ് അടിച്ചു. ഹാർദിക് പാണ്ഡ്യ 11 പന്തിൽ 18 റൺസ്. നമാന്റെ 2 പന്തിൽ 5. കളിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് രോഹിത് ശർമ്മയുടെ ചില ഷോട്ടുകൾ കണ്ടിട്ട് അതിശയപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ റിക്കിൾട്ടൻ ഇറക്കിയ കാര്യം, അദ്ദേഹം ഇപ്പോൾ റീസെന്റ് ടൈമിൽ മികച്ച ഫോമിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് റിക്കിൾട്ടൻ ഇറക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ബൗളിങ്ങിൽ താക്കൂറിന്റെ കാര്യം എടുത്തു പറയണം. അദ്ദേഹം മാൻ ഓഫ് ദ മാച്ചാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഇന്നലെ യൂട്ടിലൈസ് ചെയ്തു. അദ്ദേഹം 4 ഓവറിൽ 38 റൺസിന് 3 വിക്കറ്റുകളാണ് പിഴുതത്. അദ്ദേഹമാണ് ഫിന്നലിനെയൊക്കെ പുറത്താക്കുന്നത്. പിന്നെ മുംബൈ ഇന്നലത്തെ മത്സരത്തിൽ കുറച്ച് റെക്കോർഡുകൾ മുംബൈയുടെ ഉണ്ടായിരുന്നു. മുംബൈ മോസ്റ്റ് വിൻസ് അഗെയിൻസ്റ്റ് എ ടീം ഇൻ IPL 25 തവണ അവർ KKRനെ പൊട്ടിച്ച് 36 മാച്ചസിൽ നിന്ന്. പിന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കൂടുതൽ വിജയിച്ച ടീം മുംബൈ ഇന്ത്യൻസ്. KKRനെതിരെ തന്നെ 13 മത്സരത്തിൽ 11 ജയിച്ചു മുംബൈ KKRനോട്. പിന്നെ 200 റൺസ് ചേസ് ചെയ്യുന്ന സക്സസ്ഫുൾ ആയി ചേസ് ചെയ്യുന്ന ടീം മുംബൈ 6 തവണ. മുംബൈക്ക് മുകളിൽ പഞ്ചാബ് കിങ്സ് മാത്രമാണ് 8 തവണ. അങ്ങനെ കുറച്ച് റെക്കോർഡുകൾ മുംബൈ ഇന്നലെ കൈവരിച്ചായിരുന്നു. അപ്പോൾ കൊൽക്കത്തയുടെ ബൗളിംഗ് ഒരു പ്രശ്നമാണ് നമ്മൾ എടുത്തു പറഞ്ഞതല്ലേ. വൈഭവ് അറോറയും ബ്ലസ്സിംഗ് മുസറബാനൊക്കെ നല്ലോണം അടി കിട്ടി. പിന്നെ അവരുടെ ഏറെ വിശ്വസനായ സ്പിന്നർ വരുൺ ചക്രവർത്തിക്കും കിട്ടി 4 ഓവറിൽ 48. അദ്ദേഹം T20 വേൾഡ് കപ്പിന് മുതലേ ഫോം ഔട്ടാണ്. പിന്നെ സുനിൽ നരേനൊന്നും ആ പഴയ പ്രതിഭയില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഭയൊക്കെ നഷ്ടപ്പെട്ടു പോയി. നരേന് 3 ഓവറിൽ 30 റൺസ്. അപ്പൊ ദൈവത്തിന്റെ പോരാളികൾ ഇത്തവണ കപ്പെടുക്കും തന്നെ ഉറപ്പിച്ച് എനിക്കാണ് വരുന്നത്. അതുകൊണ്ട് കൊൽക്കത്തയുടെ കാര്യം അങ്ങനെയല്ല. കൊൽക്കത്തയ്ക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ബൗളിങ്ങിലൊക്കെ മാറ്റം വരുത്തിയിട്ടെങ്കിൽ നഷ്ടപ്പെടും. കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.